ഹായ് ഫ്രണ്ട്സ്, അസ്സാം വലൈക്കും. ബിസ്മി കിച്ചനിലോട്ട് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മളൊരു ഈസി ഡ്രിങ്കിൻ്റെ റെസിപ്പി ചെയ്യുന്നത് എങ്ങനെയെന്ന് നോക്കാം. അതിനായിട്ട് ഇതുപോലെ ഒരു പാത്രം അടുപ്പത്ത് വെച്ച് കൊടുത്തിട്ടുണ്ട്. അതിലേക്ക് 250 ml കപ്പിൽ 1 കപ്പ് വെള്ളം ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഫ്ലെയിം ഇപ്പോഴാണ് ഓണാക്കി കൊടുക്കുന്നത്. ഇനി ഇതിലേക്ക് വെള്ളം ഒന്ന് തിളച്ച് വരട്ടെ. തിളച്ച് വരുമ്പോഴേക്ക് ഇതിലേക്ക് ഞാൻ ചേർത്ത് കൊടുക്കുന്നത് വാട്ടർ ജെല്ലിയാണ് കേട്ടോ ചേർത്ത് കൊടുക്കുന്നത്. ഇതിൽ 2 കപ്പിൻ്റെ അളവിലാണ് ഈ ഒരു പാക്കറ്റിൽ ഉണ്ടാവുക കേട്ടോ. ഞാൻ 1 കപ്പ് വെള്ളത്തിലേക്ക് ആദ്യമായി കുറച്ചുണ്ടാക്കി വേറൊരു ആവശ്യത്തിന് എടുത്തിട്ടുണ്ടായിരുന്നു. ബാക്കിയാണ് ഇപ്പോൾ ഞാൻ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത്. 1 കപ്പ് ഇതിലേക്ക് ഒരു പാക്കറ്റിൻ്റെ പകുതി മാത്രം മതിയാകും കേട്ടോ. അപ്പോൾ അതാ ഇനി 1 കപ്പ് വെള്ളത്തിൽ നന്നായി തിളച്ച് വന്നപ്പോൾ ഈ ജെല്ലി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അതിന് ജെല്ലി പൗഡർ. അതിനുശേഷം ഇതിലേക്ക് നന്നായിട്ട് തിളച്ച് വരണം കേട്ടോ. നന്നായിട്ട് ഒരു മീഡിയം ഫ്ലെയിമിൽ വെച്ച് നന്നായി തിളപ്പിച്ചെടുക്കുക. ആ പൗഡറൊക്കെ നന്നായിട്ട് മെൽറ്റ് ആവുന്നവരെ അലിപ്പിച്ചെടുക്കണം കേട്ടോ. മെൽറ്റാക്കി എടുക്കണം. ഇതിൽ ഷുഗർ ഉള്ളതാണ് കേട്ടോ, മധുരം ഉള്ളതാണ്. അപ്പോൾ ഇതിലേക്ക് പ്രത്യേകിച്ച് ഇനി മധുരം ആഡ് ചെയ്യേണ്ട. മധുരം ഇല്ലാത്തതും ഉണ്ടാകും. അപ്പം അങ്ങനെയുള്ള പൊടിയാണെങ്കിൽ മധുരം നമ്മൾ ചേർത്ത് കൊടുക്കണം, പഞ്ചസാര ചേർത്ത് കൊടുക്കണം. ഇത് മധുരം ഉള്ളതാണ്. അപ്പോൾ ഇതിന്ന് വേറൊരു ബൗളിലേക്ക് ഒഴിച്ചു വെച്ചിട്ടുണ്ട്. നന്നായി ചൂടാറിയതിന് ശേഷം നമ്മൾ ഫ്രിഡ്ജിൽ വെച്ചൊന്ന് സെറ്റാക്കി എടുക്കണം. പെട്ടെന്ന് തന്നെ സെറ്റായി കിട്ടും കേട്ടോ. അതോടെ ഞാൻ ചൂടാറാൻ വേണ്ടി മാറ്റി വെച്ചിട്ടുണ്ട്. എന്നിട്ട് ഫ്രിഡ്ജിലേക്ക് മാറ്റി കൊടുക്കും. ഇനി ഇതിലേക്ക് ഞാൻ ഒരു പാൻ അടുപ്പത്ത് വെച്ചിട്ട് ഇതിലേക്ക് ഞാൻ 3 കപ്പ് പാലാണ് എടുത്തിട്ടുള്ളത്. 250 ml കപ്പിൽ തന്നെയാണ് 3 കപ്പ് പാലെടുത്തിട്ട് ഫ്ലെയിം ഓൺ ആക്കി കൊടുത്തിട്ടുണ്ട്. ഹൈ ഫ്ലെയിമിൽ തന്നെ വെച്ചിട്ട് ഇത് നന്നായിട്ടൊന്ന് ചൂടായി വരണം. ഈ ചൂട് സമയത്തും നോമ്പിൻ്റെയും എല്ലാം ചൂടും ദാഹവും വിശപ്പും ഒക്കെ മാറാൻ പറ്റിയ നല്ലൊരു അടിപൊളി ഡ്രിങ്കാണ് കേട്ടോ. അപ്പോൾ അതായത് ഇതൊന്ന് ചൂടായി വരുന്ന സമയത്ത്, പാൽ അത്യാവശ്യം നന്നായിട്ടൊന്ന് ചൂടായി വരുന്ന സമയത്ത് മധുരത്തിന് ആവശ്യമായ പഞ്ചസാര ചേർത്ത് കൊടുക്കാം. ഞാൻ 1 കപ്പ് പഞ്ചസാരയാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത്. നിങ്ങളുടെ മധുരത്തിനനുസരിച്ച് പഞ്ചസാരയുടെ അളവിൽ വ്യത്യാസം വരുത്താം കേട്ടോ. ഇനി പഞ്ചസാര ചേർത്തതിന് ശേഷം ഫ്ലെയിം ഒന്ന് കുറച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഞാൻ ചേർത്ത് കൊടുക്കുന്നത് കസ്റ്റേർഡ് പൗഡറാണ് കേട്ടോ. വാനില ഫ്ലേവറിൻ്റെ കസ്റ്റേർഡ് പൗഡറാണ് ഞാൻ എടുത്തിട്ടുള്ളത്. 2 ടേബിൾ സ്പൂണാണ് ചേർത്ത് കൊടുക്കുന്നത്. ഇനി ഇതിലേക്ക് കുറച്ച് വെള്ളം കൂടി ഒഴിച്ചിട്ട്, ഒരു 1 കപ്പ് വെള്ളം കൂടി ഒഴിച്ചിട്ട് നമുക്കിത് കട്ടകളൊന്നും ഇല്ലാതെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. പാല് ഒന്ന് തിളച്ച് വരാനാവുന്ന സമയത്ത് നമുക്കിത് ചേർത്ത് കൊടുക്കാം കേട്ടോ. അപ്പോൾ ഇത് അത്യാവശ്യം ഇതൊന്ന് തിളച്ച് വരാൻ തുടങ്ങുന്നുണ്ട്. അപ്പോൾ അതാണ് ഫ്ലെയിം ഒന്ന് ഞാൻ കുറച്ച് കൊടുത്തിട്ടുണ്ടായിരുന്നത്. ഇനി ഇതൂടെ ചേർത്ത് കൊടുക്കാം. നമ്മൾ കസ്റ്റർഡ് പൗഡർ ചേർത്ത് കഴിഞ്ഞാൽ പിന്നെ കുറേ നേരം ഹൈ ഫ്ലെയിമിലൊന്നും വെക്കരുത്. പെട്ടെന്ന് തന്നെ ഇത് കട്ടയായി വരും. അപ്പോൾ ലോ ഫ്ലെയിമിൽ അല്ലെങ്കിൽ ഒരു മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് ഇത് നമുക്ക് കസ്റ്റർഡ് പൗഡർ വേകണം കേട്ടോ. നന്നായിട്ട് വെന്തതിന് ശേഷം മാത്രമേ എടുക്കാവുള്ളൂ. അപ്പോൾ ഇത് കസ്റ്റർഡ് പൗഡർ നമുക്ക് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. നമ്മൾ ഒഴിക്കുന്നതിന് തൊട്ട് മുമ്പ് നന്നായിട്ടൊന്ന് മിക്സ് ആക്കിയിട്ട് ഒഴിച്ചു കൊടുക്കാം കേട്ടോ. എന്നിട്ട് ഇനി കൈവിടാതെ നന്നായിട്ട് ഇളക്കി കൊടുക്കുക. ഞാൻ ലോ ഫ്ലെയിമിൽ തന്നെ വെച്ചിട്ടാണ് ഇതൊന്ന് കുക്ക് ചെയ്തെടുക്കുന്നത്. അപ്പോൾ നമുക്കിതൊന്ന് കുക്കായി കിട്ടും. അതവിടെ ആകുന്ന സമയം കൊണ്ട് ഞാൻ ഒരു 10ഓളം വരുന്ന കാഷ്നട്ടും അതുപോലെ തന്നെ ഒരു 10ഓളം വരുന്ന ബദാമും അതുപോലെ തന്നെ പിസ്തയും എടുക്കുന്നുണ്ട് കേട്ടോ. 3 എണ്ണം എടുക്കുന്നുണ്ട്. ഇപ്പോൾ നിങ്ങളുടെ കയ്യിലുള്ള ഏത് നട്ട്സാണോ അതൊക്കെ ഉപയോഗിക്കാം. നിങ്ങൾക്ക് പീനട്ട് വേണമെങ്കിൽ പീനട്ടും ചേർത്ത് കൊടുക്കാം. വറുത്തിട്ട് വേണം പീനട്ട് ചേർത്ത് കൊടുക്കാൻ കേട്ടോ. ഇനി ഇതെല്ലാം കൂടി നന്നായിട്ടൊന്ന് പൊടിച്ചെടുക്കാം. പിന്നെ ഇത് നന്നായിട്ടൊന്ന് പൊടിച്ചെടുത്തിട്ടുണ്ട്. കുറച്ച് തരികളൊക്കെ ഉണ്ടെങ്കിലും കുഴപ്പമില്ല. അങ്ങനെ കുറച്ച് തരികൾ ഉണ്ടെങ്കിലും നല്ലതാണ് കേട്ടോ. അപ്പോൾ അതേ നമ്മുടെ കസ്റ്റേർഡൊക്കെ ഇവിടെ നന്നായിട്ട് കുക്കായി വന്നിട്ടുണ്ട്. അപ്പോൾ ഇതിലേക്ക് ഞാനിവിടെ പൊടിച്ചു വെച്ചിട്ടുള്ള നമ്മുടെ നട്ട്സുകൾ ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. നല്ല ടേസ്റ്റ് ആയിട്ടുള്ള ഒരു അടിപൊളി ഡ്രിങ്കാണ് കേട്ടോ. നമ്മളിത് ഒരു ഗ്ലാസ് കുടിച്ചാലൊന്നും മതിയാവില്ല, ഒരുപാട് കുടിക്കാൻ തോന്നും. അത്രയും നല്ല ടേസ്റ്റ് ആയിട്ടുള്ള ഒരു ഡ്രിങ്കാണ്. അപ്പോൾ ആ ചേർത്തിട്ടുള്ള നട്ട്സിൻ്റെ പൊടികൾ കട്ടയൊന്നും ഇല്ലാതെ ഒന്ന് മിക്സാക്കി കൊടുക്കുക കേട്ടോ. നമ്മൾ ചൂടുപാലിലേക്ക് ചേർത്തുകൊണ്ട് ചെറുതായിട്ടൊന്ന് കട്ട പിടിക്കും. അപ്പോൾ ഒന്ന് മിക്സാക്കി കൊടുത്താൽ മതി, കട്ടയൊക്കെ പോയിക്കോളും. ഇനി ഇതിലേക്ക് ഞാനൊരു 1/2 ടീസ്പൂൺ ഏലക്കയുടെ പൊടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് ഇത് നന്നായിട്ടൊന്ന് മിക്സാക്കി എടുക്കുക കേട്ടോ. ഇപ്പോഴൊക്കെ ലോ ഫ്ലെയിമിലാണ് വെച്ചിട്ടുള്ളത്. ഒരുപാട് കട്ടയാകാൻ നിൽക്കണ്ട കേട്ടോ. ഇത് ഒരുപാട് കട്ടയാകില്ല. നമ്മൾ 2 ടേബിൾ സ്പൂൺ കസ്റ്റേർഡ് പൗഡർ മാത്രമേ ചേർത്തിട്ടുള്ളൂ. ഈ ഒരു പരുവത്തിൽ ഞാൻ ഫ്ലെയിം ഓഫാക്കി അടുപ്പിൽ നിന്ന് ഇറക്കിയിട്ടുണ്ട്. ഇനി ഇത് നമുക്ക് ഒരു പാത്രത്തിലേക്ക് ഒഴിച്ചു വെക്കാം. എന്നെങ്കിൽ മാത്രമേ പെട്ടെന്ന് ചൂടാറി കിട്ടുള്ളൂ കേട്ടോ. ഇത് ചൂടാറിയതിന് ശേഷം നമുക്ക് ഫ്രിഡ്ജിൽ വെച്ച്, ഫ്രീസറിലല്ല ഫ്രിഡ്ജിൽ താഴ്ത്തി വെച്ചൊന്ന് തണുപ്പിച്ചെടുക്കാം. 1-2 മണിക്കൂർ തണുപ്പിച്ചാൽ തന്നെ നന്നായിട്ടൊന്ന് തണുത്ത് കിട്ടും കേട്ടോ. പിന്നെ നമ്മളിതിലേക്ക് ഐസ് ക്യൂബൊക്കെ ചേർത്ത് കൊടുക്കുന്നുണ്ടല്ലോ. അപ്പോൾ ഐസ് ക്യൂബ് വേണ്ടെന്നുണ്ടെങ്കിൽ കുറച്ച് കൂടുതൽ സമയം വെച്ചിട്ട് തണുപ്പിച്ചെടുത്താൽ മതി കേട്ടോ. ഇത് ചൂടാറിയതിന് ശേഷം മാത്രം ഫ്രിഡ്ജിൽ വെക്കാവുള്ളൂ, ചൂടോടെ വെക്കരുത് കേട്ടോ. ഞാൻ ഇതൊന്ന് ചൂടാറിയതിന് ശേഷം ഫ്രിഡ്ജിൽ വെച്ച് നന്നായിട്ടൊന്ന് തണുപ്പിച്ചെടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി ഇതിലേക്ക് നമുക്ക് കുറച്ച് ചേരുവയൊക്കെ ചേർത്ത് കൊടുക്കാനുണ്ട്. അപ്പോൾ ഇതേ നമ്മുടെ ജെല്ലി ഇവിടെ നന്നായിട്ട് തണുത്ത് വന്നിട്ടുണ്ട്. അപ്പോൾ നമുക്കിത് കട്ട് ചെയ്തെടുക്കാം. ചെറിയ ചെറിയ ക്യൂബായിട്ടാണ് ഞാൻ കട്ട് ചെയ്തെടുക്കുന്നത്. നമുക്ക് വലിയ ക്യൂബാക്കി കട്ട് ചെയ്യണമെങ്കിൽ അങ്ങനെയും ചെയ്യാം. പക്ഷെ ചെറിയ ക്യൂബായിട്ട് കട്ട് ചെയ്യുമ്പോൾ നമുക്ക് കുടിക്കുമ്പോൾ ഇടയിൽ ഇങ്ങനെ കടിക്കാൻ കിട്ടുമ്പോൾ നല്ല ടേസ്റ്റാണ് കേട്ടോ.
വീഡിയോ ഇഷ്ടമാകുകയാണെങ്കിൽ തീർച്ചയായിട്ടും ഒരു ലൈക്ക് തന്ന് സപ്പോർട്ട് ചെയ്യാൻ എല്ലാവരും ഓർക്കണം കേട്ടോ. മറന്നു പോകരുത്, എല്ലാവരും ഓർക്കണം. വീഡിയോ കാണുമ്പോൾ തന്നെ ഒരു ലൈക്ക് തരാനായിട്ട് മറക്കരുത്. കണ്ടോ, ഈ ഒരു പരുവത്തിലുണ്ടാകുന്ന കുറച്ച് ചെറിയ ക്യൂബായിട്ടാണ് ഞാൻ കട്ട് ചെയ്തെടുത്തത്. അപ്പോൾ ഞാനിതിലേക്ക് കുറച്ച് ഐസ് ക്യൂബ് ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. നിങ്ങൾക്ക് എത്ര തണുപ്പ് വേണം അതിനനുസരിച്ച് ഐസ് ക്യൂബ് ചേർക്കാം. നിങ്ങൾക്ക് ഇനി ഐസ് ക്യൂബ് വേണ്ടെങ്കിൽ കുറച്ച് കൂടുതൽ സമയം തണുപ്പിച്ചെടുത്താൽ മതി. ഇനി ഇതിലേക്ക് ഞാൻ ചേർത്ത് കൊടുക്കുന്നത് കസ്കസാണ് കേട്ടോ. ഒരു 1.5 ടേബിൾ സ്പൂൺ കസ്കസ് കുറച്ച് വെള്ളത്തിലൊന്ന് കുതിരാനിട്ടിരുന്നതാണ്. കുതിർന്ന് വന്നപ്പോൾ നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇനി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം കേട്ടോ. ഈ കസ്കസൊക്കെ നിങ്ങൾക്ക് എത്ര വേണം അതിനനുസരിച്ചൊക്കെ ചേർത്ത് കൊടുക്കാവുന്നതാണ്. ഇനി നമുക്കിതൊരു സെർവ് ചെയ്യുന്ന ഒരു ജഗ്ഗിലേക്ക് മാറ്റി കൊടുക്കാം. വളരെ സിമ്പിളായിട്ട് നോമ്പ് തുറക്കുന്ന സമയത്താണെങ്കിലും നല്ല ചൂട് സമയത്താണെങ്കിലും ഇങ്ങനെ ഉണ്ടാക്കിയിട്ട് ഫ്രിഡ്ജിൽ വെച്ച് കഴിഞ്ഞാൽ നമുക്ക് എന്താ പറയുക, നല്ല ദാഹിച്ചൊക്കെ വരുന്ന സമയത്തൊക്കെ കുടിക്കാൻ നല്ലതാണ്. പിന്നെ നോമ്പ് തുറക്കുന്ന സമയത്തും ഇത് ഒരു ഗ്ലാസ് മതി. നമ്മുടെ ദാഹവും ക്ഷീണവും എല്ലാം മാറി കിട്ടും കേട്ടോ. ഇനി ഞാൻ ഈ ഒരു ഗ്ലാസ്സിലേക്കാണ് ഈ ഒരു ജെല്ലി സെർവ് ചെയ്ത് ഇടുന്നത് കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് ഓരോരുത്തർക്കും ഈ ജെല്ലിയുടെ അളവിൽ വ്യത്യാസം വരും, എത്ര വേണം എന്നുള്ളത്. അപ്പോൾ നിങ്ങൾക്ക് ആവശ്യത്തിനനുസരിച്ച് അവരോരോ ഗ്ലാസ്സിലേക്ക് പാകത്തിന് ഇട്ടിട്ട് ഉപയോഗിക്കാവുന്നതാണ്. ഇതിൻ്റെ മുകളിലൊരല്പം ബദാമെന്ന് ക്രഷ് ചെയ്തത് കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇത്രേ ഉള്ളൂ. വളരെ സിമ്പിളായി ചെയ്തെടുക്കാവുന്ന നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു ഡ്രിങ്കാണ്. ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ട്രൈ ചെയ്ത് നോക്കണം. അഭിപ്രായം അറിയിക്കണം, ലൈക്കും ചെയ്യണം കേട്ടോ. ബിസ്മി കിച്ചൻ എന്ന യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് കാണുന്നതിൻ്റെ എല്ലാ പ്രിയ കൂട്ടുകാരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ബെല്ലൈക്കൺ എനേബിൾ ചെയ്ത് വയ്ക്കാൻ മറക്കരുത്. ഇൻഷാ അല്ലാഹ് അടുത്തൊരു വീഡിയോ ആയിട്ട് വരാം. എല്ലാവർക്കും നന്ദി.